ആഹാ എന്തുണ്ട്? ദേ മക്രോണി, എന്നോട് കിന്നാരം ചോദിക്കാൻ വന്നാണല്ലോ, ചെവി തൂക്കിയാൽ നിലത്തടിക്കും. അടിച്ചു പോവും. ആരാരും അടിച്ചു. പണ്ടും അങ്ങനെ അങ്ങാടി തോക്കുന്നവരൊക്കെ വന്ന് തട്ടി കയറുന്നത്. അമ്മയോടാ. ഒന്നും നടക്കാൻ പോകുന്നില്ല കേട്ടാ. ഞാനിപ്പോ നടന്നിട്ട് വരിക, കണ്ടില്ലേ? തമാശക്കല്ലേ, ലീലാതെടുത്ത് താമസിക്കല്ലേ. മനസ്സിൽ കണ്ടതൊന്നും നടക്കാൻ പോകുന്നില്ല. കാർ വാങ്ങാൻ പോണത് എനിക്കൊന്ന് കാണണം. വീടിന് ഇടയിലായിരിക്കും കൊണ്ട് ഇടുന്നത്, അപ്പൊ കാണാമല്ലോ. ഇത് എന്നോട് എതിരിടാൻ വന്നോണ്ടല്ലോ. ലീലാവതി കൊച്ചാക്കെന്ന് ആരും വിചാരിക്കണ്ട. എന്നെയും ആരും കൊച്ചാക്കാൻ നോക്കണ്ട. കാരണം ഞാൻ എന്നും കൊച്ചു തന്നെയാ. പക്ഷെ ചേച്ചി, സത് ചേച്ചി ഒരു വാക്ക് പറഞ്ഞാ വാക്ക് തന്നെയാ. കാർ എടുക്കുമെന്ന് പറഞ്ഞാ കാർ എടുത്തിരിക്കും. ഇല്ല, അവൾക്ക് അതിനുള്ള ഫിനാൻസ് കിട്ടാൻ പോണില്ല. നോക്കിക്കോ. കൊച്ചെന്നതാ കൊച്ചെ, ആകാശത്തുനിന്ന് പൊട്ടി വീണു? ഇങ്ങനെ തന്നെ ചോദിക്കണം. എങ്ങനെ? മറിയച്ചെടുത്തി കാണണം, മറിയച്ചെടുത്തി കാണണം എന്നൊരൊറ്റ പരവേശത്തോടെ ഞാൻ വന്നപ്പോ ചോദിക്കുന്ന കേട്ടില്ലേ, ആകാശത്തുനിന്ന് പൊട്ടി വീണതാണോ? അതെ, ഞാനൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട്, പറയട്ടെ? കേട്ട് കളയാം, പറഞ്ഞോ. കല്ലുകൊണ്ട് എറിഞ്ഞാലും സ്നേഹം കൊണ്ടെറിയരുത്. കാരണം സ്നേഹം കല്ലിനേക്കാൾ കൂടുതൽ ആഴത്തിൽ മുറിവുണ്ടാക്കും. ഞാൻ മറിയച്ചെടുത്തി സ്നേഹം കൊണ്ടെറിഞ്ഞു. ആ സ്നേഹം എനിക്ക് ആഴത്തിൽ മുറിവുണ്ടാക്കി. ഇനി മറിയച്ചേട്ടത്തി ഒരു പഴഞ്ചൊല്ല് പറയാം. പറ. കാള വാല് പൊക്കുമ്പോഴേ നമുക്ക് കാര്യമറിയാൻ പറ്റും. ഇപ്പൊ ഈ കയറ് പൊട്ടിക്കലും കരച്ചിലും ഒക്കെ എനിക്ക് മനസ്സിലായി എന്തിനാണെന്ന്. എന്തിനാ? ഞാൻ ആ സതിക്ക് കാർ എടുക്കാൻ ഫൈനാൻസ് ചെയ്യാമെന്ന് പറഞ്ഞതിന് അല്ലയോ? കണ്ണുനീര് വരുന്നില്ലല്ലോ എന്റെ കൊച്ചേ. വരില്ല. കരഞ്ഞു കരഞ്ഞ് കണ്ണീര് പറ്റി കഴിയുമ്പോ പിന്നെ പുറത്തു വരാൻ ഒന്നും കാണില്ല. എന്റെ അയൽക്കാരി കാരണം കണ്ണീര് പറ്റിപ്പോയോളാ ചേട്ടത്തി. പിന്നെ ഒരു അപേക്ഷയായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. ആ കാറിന് ഞാൻ കാശ് കൊടുക്കരുത്, അതല്ലേ അപേക്ഷ? ഞാൻ മറ്റുള്ളവരുടെ മനസ്സിലെ കാര്യങ്ങൾ ഇതെങ്ങനെ മനസ്സിലാക്കുന്നു? ആളിനെ മനസ്സിലാക്കിയാ മതി കൊച്ചേ, മറ്റുള്ളതൊക്കെ താനേ മനസ്സിലായിക്കൊള്ളും. ഏതായാലും സതിക്ക് ഞാൻ ഫൈനാൻസ് ചെയ്യാമെന്ന് വാക്കു കൊടുത്തു. പിന്നെ കൊടുത്ത വാക്ക് തിരിച്ചെടുക്കാനാണോ പാട്? അല്ലാതെ ബാക്കി എന്ത് വേണേലും തിരിച്ചെടുക്കാം, പക്ഷെ വാക്കിനെ വലവേശി പിടിക്കാൻ പറ്റുകയില്ല. ആ കൊച്ചു ചെല്ല്, മറിയച്ചേട്ടത്തിക്ക് ഒരുപാട് ജോലിയുണ്ട്. ചെല്ല്. മറിയച്ചേട്ടത്തി അവളെ ഭയങ്കര അതുള്ളൊക്കെ നായികയാ. തടവ് പ്രയോഗിച്ചാലും കാശ് തിരികെ കിട്ടത്തില്ല, സത്യം. മറിയച്ചേട്ടത്തിക്ക് 18 19ാമത്തെ അടവ് അറിയാം. കൊടുത്ത കാശ് തിരികെ വാങ്ങിയെടുക്കാനുള്ള പാഠങ്ങളാ ചേട്ടത്തി ആദ്യം പഠിച്ചത്. പിന്നീടാ ഈ കച്ചവടത്തിന് ഇറങ്ങിയത്. കേട്ടാ കൊച്ചേ? അപ്പൊ മറിയച്ചേട്ടത്തി കാശ് കൊടുക്കും? കൊടുക്കും. എനിക്ക് ഫിനാൻസ് ചെയ്യണം. മനസ്സിലായില്ല? എനിക്ക് ഫിനാൻസ് തരണം. പശുപ്പി കിടക്കുന്ന വണ്ടിയെ തിരികെ കിട്ടാൻ എനിക്ക് ഫിനാൻസ് ചെയ്യണം. എന്റെ ഷാരൂഖ് ഖാനെ, ഒന്ന് ചിരിക്ക്. ചിരിച്ചില്ലെങ്കിൽ ഞാൻ ഇക്കിളിയിടുവേ. ചുമ്മാ ഇരിക്കാൻ പറഞ്ഞില്ല നിന്നോട്. ഓടി രക്ഷപ്പെടാതെ കരുതണ്ട, ഞാൻ ഓടിച്ചിട്ട് പിടിക്കും. കൈവിട്, ഇക്കിളിയിടത്തില്ല. കൈവിടാൻ. വിശ്വേട്ടാ, നമ്മളിതാ വാഹനത്തിന്റെ മറിയച്ചെടുത്ത് നമുക്ക് കാശ് തരാൻ പോകുന്നു. കുറച്ച് കാശ് ശിവൻ നാളിന്റെ കയ്യിൽ നിന്ന് കൂടെ വാങ്ങിച്ചാൽ നമ്മൾ കാറെടുക്കും. ചേച്ചി, അയ്യോ രമ്യേ, അല്ലേച്ചി കാറെടുക്കാൻ പോകുന്ന ലാലുക്കുട്ടൻ പറഞ്ഞു. അതെ, കണ്ടോ വിശ്വേട്ടാ, നാട്ടിൽ മുഴുവൻ പാട്ടായി. സത്യം രമ്യേ, ഞങ്ങൾ കാർ എടുക്കുന്നു. നല്ല ചെവല കാറ്. എന്ത് കാറ്? അല്ല, ചെവല, ചോപ്പ് ചെവല, റെഡ് കാർ. പിന്നൊരു കാര്യം, ദേ അത് പറയാൻ ഞാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. അപ്പുറത്തെ ലീലാവതിയെ പോലെ പാട്ട വണ്ടിയൊന്നും അല്ല, ഫുൾ AC, പവർ സ്റ്റിയറിംഗ് ഒക്കെ ഉള്ള കാറാ. ഞാൻ സന്തോഷം കൊണ്ട് മടിച്ചു നിൽക്കുക. അയ്യോ, ഞാൻ സന്തോഷം കൊണ്ട്. എനിക്ക് ഒരാഗ്രഹം കൂടിയേ ഉള്ളൂ.
കാറ് വാങ്ങുന്നതിന് മുൻപ് ആ സുഗുണനെ ഇവിടെ നിന്ന് ഓടിക്കണം. എടേ ജോണിക്കുട്ടി, ഇനി ഒറ്റ ഒരാൾ വിചാരിച്ചാലേ ഈ വിസ സുഗുണനെ കൊണ്ട് മേടിപ്പിക്കാൻ പറ്റും. ആര് വിചാരിക്കണം? ലോകത്തിലെ ഏത് കഠിന ഹൃദയനെ മെരുക്കാൻ സാധിക്കുന്നത് അവരുടെ ഭാര്യമാർക്കാണ്. ആണോ? ഈ സുഗുണന്റെ ഭാര്യ ഒന്ന് സ്വാധീനിക്ക്, ചിലപ്പോ നടക്കും. സത്യം? ഇത് നടന്നില്ലെങ്കിൽ പിന്നെ നിന്റെ ജീവിതത്തിൽ നടക്കത്തില്ല. ചേച്ചി ചേച്ചി, അയ്യോ അയ്യോ രക്ഷിക്കണം പെങ്ങളെ, രക്ഷിക്കണം പെങ്ങളെ. അയ്യോ തെറ്റിദ്ധരിക്കണ്ട, ഞാൻ പെങ്ങളെ കാല് പിടിച്ചതാ. എന്റെ ഭാവി ഇനി ചേച്ചിയുടെ കയ്യിലാ. അയ്യോ ഇത് കടയിൽ നിന്ന് വാങ്ങിയ പച്ചക്കറിയാ. അതിന്റെ ഒക്കെ അടിയിൽ എന്റെ ജീവിതമുണ്ട് ചേച്ചി. അയ്യോ ഇതിനടിയിൽ ചേച്ചി എന്നെ ദയവ് ചെയ്ത് രക്ഷിക്കണം. പല മാർഗവും ഞാൻ നോക്കി. ഇനി പെങ്ങൾ വിചാരിച്ചാലേ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂ. എന്തോന്ന്? ചേച്ചി ചേച്ചിയുടെ ഭർത്താവിനെ കൊണ്ട് ദേ ഈ വിസ ഒന്ന് കൈപ്പറ്റിക്കണം. അയ്യോ, വിസ, ചേച്ചി ചേച്ചി നിക്ക് നിക്ക്. നില്ല ചേച്ചി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട, ഞാനൊന്നും കേക്കില്ല. ചേച്ചി കാഞ്ചീപുരം പട്ടുസാരി എവിടാ? എന്ത് ഇപ്പൊ പറഞ്ഞില്ലേ കാഞ്ചീപുരം പട്ടുസാരി. ചേച്ചി, ഇപ്പൊ ഞാൻ കൊറിയർ സർവീസിന്റെ ഉദ്യോഗസ്ഥനായിട്ടല്ല ചേച്ചിയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ചേച്ചിയുടെ ആങ്ങളായിട്ടാ, സ്വന്തം ഇളയ സഹോദരനായിട്ടാ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഒരാങ്ങളയുടെ സ്നേഹ സമ്മാനം ഉപഹാരം ഒരു കാഞ്ചീപുരം പട്ടുസാരി ഈ ആങ്ങളെ ചേച്ചിക്ക് അങ്ങോട്ട് തരാൻ ആഗ്രഹിക്കുക. ഏയ് അതൊന്നും ശരിയാവില്ല. ആങ്ങളെ പെങ്ങളൊക്കെ ആണെങ്കിലേ സാരിയൊക്കെ വാങ്ങിക്കാന്ന് വെച്ചാ. ചേച്ചി 5000 രൂപ വിലയുള്ള സാരിയാ. അതൊരു കാര്യം ചെയ്യാം, സൂണ സാറിന്റെ അറിവോട് കൂടി തരാം. അതുമല്ല, ഇതൊരു വ്യക്തിയുടെ സമ്മാനമല്ല, ഞങ്ങളുടെ കൊറിയർ കമ്പനിയുടെ സംഭാവനയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ വാങ്ങിക്കാം. പക്ഷെ സാരിക്ക് പകരമായിട്ട് ചേച്ചി ദേ ഈ വിസ ചേച്ചിയുടെ ഭർത്താവിനെ കൊണ്ട് വാങ്ങിപ്പിക്കും. അയ്യോ അതിപ്പോ ചേച്ചി കാഞ്ചീപുരം സാരി 5000 രൂപ കമ്പനിയുടെ സമ്മാനം സഹോദരൻ. അല്ല അതിപ്പോ ശ്ശോ, മനസ്സാകെ ചഞ്ചലപ്പെടുന്നല്ലോ. സാരിയുടെ കളർ എന്താ? തത്തക്കിളി പച്ച. ചെറിയ ലൈറ്റ് ഷെയ്ഡ് പച്ച. അതെ. അയ്യോ ഈശ്വരാ. വിസയും കൊടുത്ത് ഈ പേപ്പറിൽ ഒപ്പിട്ട് കൂടി വാങ്ങി തന്നാ മതി. അടുത്ത ദിവസം സാരി മണി മണി പോലെ റെഡി. കിളിപ്പച്ച സാരി തത്ത ലൈറ്റ് ഷെയ്ഡ് അല്ലേ? ഇങ്ങതാ ഈ വിസ സുഗുണനെ കൊണ്ട് ഞാൻ വാങ്ങിച്ചുതരാം. എന്ത് പച്ച സാരി. എന്റെ ഈശ്വര രക്ഷിക്കണേ. Viva la Leticia, sa di lila.